அம்மா ரொம்ப கஷ்டம் தான்ல அந்த பொண்ணோட விஷயம். നമുക്കിപ്പോ എന്താ പറയാൻ പറ്റും? ആ ലളിതയുടെ മോളെ കെട്ടിച്ച വീട്ടിലും ഇതുപോലൊക്കെ തന്നെയാണെന്നേ. അമ്മായിയമ്മയും മരുമോളും കൂടെ എപ്പോഴും വഴക്കാ. ഇത്ര വഴക്കാണ് ഈ മാറി താമസിക്കാൻ പറയണ എന്റെ അമ്മൂമ്മ. എന്റെ കൊച്ചെ, ബന്ധങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് കളഞ്ഞിട്ടൊന്നും മാറി താമസിക്കാൻ പറ്റിയല്ലെന്നേ. അല്ലെങ്കിൽ ചിലർക്കുള്ള സ്വഭാവമാണ് കേട്ടോ ഇത്. രണ്ടുപേരും സമാധാനമായിട്ട് കല്യാണം കഴിഞ്ഞ് ജീവിക്കുമായിരിക്കും. എന്നാൽ അവരവരുടെ ഇഷ്ടത്തിന് വിടുക അതില്ല. ഇവരുടെ ഇടയിൽ കയറി ഉപദേശം കൊടുത്ത് അതും ഇതും പറഞ്ഞു ചുമ്മാ അവരവർക്ക് അവരുടെ കാര്യം നോക്കിയാ പോരെ. ഇങ്ങോട്ട് നോക്ക്, നീ ജീവിതം തുടങ്ങിയിട്ടില്ലല്ലോ, തുടങ്ങാൻ പോന്നല്ലേ ഉള്ളൂ. അതെ, അങ്ങനെ ജീവിതം തുടങ്ങുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ ജീവിതത്തിന്റെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ. ചുമ്മാ അത് അർത്ഥവും വ്യാപ്തിയൊക്കെ അറിയണം പോലും. എന്റെ പൊന്നോ, ലച്ചു ചേച്ചി അടുത്ത് മിണ്ടാൻ പറ്റത്തില്ല. ലച്ചു ചേച്ചി ഫോൺ വിളിക്കുന്ന എന്താന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് എന്നെ ഓടിച്ചു വിട്ട്. അഖിലേച്ചിയുടെ കാര്യം എന്തോ വലിയ കാര്യമാണെന്ന് തോന്നുന്നു. லெச்சு வந்து என்ன ஆனாலும் அந்த பொண்ணை ஹெல்ப் செய்வா, அதுல எனக்கு நம்பிக்கை இருக்கு. ആ കൊച്ചിന്റെ പ്രശ്നം എന്തോന്നറിയാതെ ലച്ചു ഇങ്ങനെ കിടന്ന് ചാടുന്ന കാണുമ്പോഴേ എനിക്ക് പേടിയാവുക. அம்மா அது ஒரு பொண்ணோட வாழ்க்கை விஷயம் அம்மா, அதனால லெச்சு வந்து ஆத்மார்த்தமா ஹெல்ப் செய்வா. அதான் ആത്മാർത്ഥത കുറച്ച് കൂടിപ്പോയതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. അതെ അതെ അതെ, ഇത് പൊണ്ണോടെ വായക്ക പ്രശ്നം എന്ന് കേട്ടു. ഇപ്പൊ പൊണ്ണിന്റെ ആണെങ്കിലും ആണിന്റെ ആണെങ്കിലും വായക്ക പ്രശ്നം തന്നെ കേട്ടല്ലോ. എന്തായിരുന്നു ഇവിടെ പ്രശ്നം? അതെ, ഒരാള് ഫോൺ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് കേൾക്കാൻ വേണ്ടി എന്തിനാണ് നടുക്ക് കയറി നിൽക്കണത്? ചീത്ത സ്വഭാവമാണത്. ഇതൊക്കെ കേട്ട് മനസ്സിലാക്കണ്ട ചേച്ചി. നാളെ ഞാനും ഒരു കുടുംബജീവിതം നയിക്കേണ്ട ആളല്ലേ. നിങ്ങൾ നോക്കിക്കോ, നാളെ എങ്കിൽ മറ്റന്നാള് ഉറപ്പായിട്ട് ഞാൻ അഖിലയുടെ ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് ഭർത്താവിനെയും അവന്റെ അമ്മേനെ ഒക്കെ പോയി കാണും. ആ, എല്ലാരും പോയി കാണണം. ഒരു കല്യാണം കഴിഞ്ഞിട്ട് 4-5 വർഷം കൊണ്ടായില്ലേ? കുഴപ്പമൊന്നുമില്ല, സമാധാനമായിട്ട് പോകണല്ലോ. അതെ, ചെന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് ആടിച്ച് പിരിപ്പിച്ച് 4-ന് 2-ന് 8 പാത്രത്തിലാക്കണം. പറ്റുവാണെങ്കിൽ അത് കഴിയുമ്പോ നമ്മുടെ വീട്ടിലോട്ട് വിരുന്ന് കൊടുന്ന് വിളിക്കണം, വന്ന് തിന്നിട്ട് പോട്ട്. അവക്ക് പ്രശ്നമൊക്കെ ഉണ്ടാവും. അവള് ചിലപ്പോ നമ്മുടെ അടുത്ത് തുറന്ന് പറയാത്തതാണെങ്കിലും. ഇപ്പൊ എന്താണ് പ്രശ്നം? കമോൺ, പ്രശ്നം ഞാൻ പറയാം. അവളുടെ ഭർത്താവ് അനില് ഒരു ഫൈനാൻസ് കമ്പനിയിലാണ് ജോലി ചെയ്യണത്. നല്ല കാര്യം, നല്ല ചിക്കളിയുണ്ട് സാലറി ആയിട്ട്. പിന്നെ ഇവളും ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ് ഒരു പ്രൈവറ്റ് കമ്പനിയില്. ഒരു 5-6 മാസമൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവക്ക് അവിടെ പിടിച്ചില്ല. അവൾ അതുകൊണ്ട് റിസൈൻ ചെയ്ത് പോന്ന്. പിന്നെ ഭർത്താവിന് നല്ല ചിക്കളി ഉള്ളത് കൊണ്ട് ഭർത്താവിന്റെ ശമ്പളത്തിൽ നിന്നാണ് ഇപ്പൊ അവളുടെ കുടുംബകാര്യവും വീട്ടുകാര്യവും ഭർത്താവിന്റെ വീട്ടുകാര്യവും ഒക്കെ നോക്കണത്. സ്വാഭാവികമായിട്ടും ഭർത്താവിന് ജോലി ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല പോണത്. ആണല്ലോ. ഇവക്ക് ജോലി ഇല്ലാത്തതിന്റെ പേരില് എന്തിനാണ് കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഭർത്താവിന്റെ വീട്ടുകാര്? അത് ഇപ്പം അതായത് സംഭവം എന്താന്ന് വെച്ചാല് പുള്ളിക്കാരന്റെ ചെലവിലാണല്ലോ പോകുന്നത്. നല്ല ചെലവ് കാണുമല്ലോ. ഇപ്പൊ കയ്യിൽ നിന്ന് പൈസ ഇങ്ങനെ ഒഴുകുമല്ലോ. അപ്പൊ പിന്നെ ആ ഒരു വരുന്നൊരു ടൈറ്റിന്റെ ആ ഒരു ഇതില് അവര് ചിലപ്പം തമ്മിൽ ചെറിയ അടികളൊക്കെ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഭർത്താവിന് ജോലിയില്ല, ഇല്ല, ഇവക്ക് നല്ല ജോലിയുണ്ട്, ഉണ്ട്. അങ്ങനെയാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഭാര്യ ഭർത്താവിനെ അറിയിക്കും. എനിക്ക് വിഷമായത് എന്താണെന്നറിയോ? അവള് എന്നെ വിളിച്ച് കരഞ്ഞ് അവളുടെ വിഷമങ്ങളും സങ്കടങ്ങളും അവളുടെ ഭർത്താവിന്റെ അടുത്ത് പോലും പറയാൻ പറ്റുന്നില്ല. അമ്മായിയമ്മ ഇടയിൽ കയറും. അതുകൊണ്ടാണ് ഞാൻ അവളോട് അവളുടെ വീട്ടിൽ പോവാൻ പറഞ്ഞത്. ഈ അനിലെ ഒരു പാഠം പഠിക്കണം. லெச்சு, இந்த அனில் உனக்கு நல்லா தெரியுமா? കല്യാണത്തിനൊക്കെ കണ്ടിട്ടുണ്ട്. അന്നേരമൊക്കെ നല്ല പയ്യനായിരുന്നു.